ഹേ ഗൈസ്, ഈ കാണുന്നത് സാംസങ് ഗാലക്സി വാച്ച് 4 ക്ലാസിക് മോഡലാണ്. റൈറ്റ് സൈഡിലുള്ളത് S23 അൾട്രയാണ്. സാംസങ്ങിന്റെ സ്മാർട്ട് വാച്ചസിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷം ECG ആൻഡ് ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാൻ പറ്റും. ഈ ഒരു ഫീച്ചർ ഇത്രയും കാലം ഇന്ത്യയിൽ അവൈലബിൾ ആയിരുന്നില്ല. ചില തേർഡ് പാർട്ടി ആപ്സ് ആൻഡ് PC യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫീച്ചർ കുറച്ച് പേര് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടായിരുന്നത്. നമ്മുടെ സാംസങ് ഫോണിൽ ആദ്യം തന്നെ ഗാലക്സി വെയറബിൾ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഈ ഒരു ആപ്പ് അപ്ഡേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യം തന്നെ അത് ഗാലക്സി സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം വാച്ചിന്റെയും ഫോണിന്റെയും ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് ഇതിൽ കണക്ട് ചെയ്യണം. എന്റെ ആപ്പ് അപ്ഡേറ്റഡ് ആയിരുന്നില്ല, അതുകൊണ്ട് ഞാൻ സെറ്റിംഗ്സിൽ പോയിട്ട് അബൌട്ട് ഗാലക്സി വെയറബിൾ ക്ലിക്ക് ചെയ്തു. അവിടെ ഇതേപോലെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് അപ്ഡേറ്റ് കാണിക്കും. അത് ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് സൈസ് 172 MB ആണ്. ഇതിനുശേഷം കുറച്ച് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒക്കെ ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 GB ഡാറ്റയെങ്കിലും ബാക്കി ഉണ്ടാവണം. ഡൗൺലോഡ് എല്ലാം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആയിട്ട് ഇതേപോലെ ഹോം സ്ക്രീനാണ് വരിക. സോ ഒന്നും കൂടി റീചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ സെറ്റിംഗ്സിൽ പോയിട്ട് ഇതേ പ്രൊസീജിയർ ഒന്നും കൂടി ചെയ്യുക. അപ്പോൾ ഇതേപോലെ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ഗാലക്സി വെയറബിൾ ആൻഡ് ഓൾ റിലേറ്റഡ് ആപ്സ് ആർ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഈ ഒരു ആപ്പിന്റെ ഹോം സ്ക്രീനിലേക്ക് വരണം. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നോക്കാൻ വേണ്ടിയിട്ട് സ്മാർട്ട് വാച്ച് ഇതിൽ കണക്റ്റഡ് അല്ലേ എന്ന് ചെക്ക് ചെയ്യുക. ഞാനിവിടെ വാച്ചിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോണിലും ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് ഇതിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സ്മാർട്ട് വാച്ചിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിന് നമ്മൾ ആദ്യം തന്നെ വെയറബിൾ ആപ്പിൽ വാച്ച് സെറ്റിംഗ്സ് എടുത്തിട്ട് ഏറ്റവും അടിക്ക് സ്ക്രോൾ ചെയ്യുക. അവിടെ വാച്ച് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇവിടെ ഏറ്റവും മുകളിൽ ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ എന്ന് കാണുന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ അപ്ഡേറ്റ് സെർച്ച് ചെയ്യും. 2 ഓഗസ്റ്റ് 2023 മുതൽ ഞാൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ആദ്യം 1 UI 5ന്റെ മേജർ അപ്ഡേറ്റ് ഒരെണ്ണം ചെയ്യാനുണ്ടായിരുന്നു. സോ അറ്റ്ലീസ്റ്റ് വൺസ് എ മന്ത് എങ്കിലും നിങ്ങൾ വാച്ചിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടോ എന്ന് ഇതേപോലെ ചെക്ക് ചെയ്യണം. ഇവിടെ ഏറ്റവും അടിക്ക് സ്ക്രോൾ ചെയ്താൽ കാണാൻ പറ്റും. ഈ ഒരു അപ്ഡേറ്റിന്റെ സൈസ് 1.8 GB ആണ്. ഞാൻ 5 GHz വൈഫൈയിൽ കണക്ട് ചെയ്തതുകൊണ്ട് ഇത് ഏകദേശം ഒരു 5 മിനിറ്റ്സിൽ എല്ലാം ഡൗൺലോഡ് ആയി കിട്ടി. പക്ഷേ സ്മാർട്ട് ഫോൺസിൽ അപ്ഡേറ്റ് വരുന്ന പോലെ ഇവിടെ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്ഡേറ്റ് ഡൗൺലോഡ് ആയതിനു ശേഷം ഇതെല്ലാം അതുപോലെ തന്നെ വാച്ചിലേക്ക് കോപ്പി ആവും. ഈ കോപ്പി ചെയ്യുന്ന പ്രൊസീജിയറിന് ഏകദേശം ഒരു 10 മിനിറ്റ്സ് ആണ് സമയം പിടിച്ചത്. ഇതേപോലെ കോപ്പി ആവുന്ന നോട്ടിഫിക്കേഷൻ നമുക്ക് വാച്ചിലും കാണാൻ പറ്റും. നമ്മുടെ സ്മാർട്ട് വാച്ചിൽ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതേപോലെ കോപ്പിങ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്ഡേറ്റിന്റെ സൈസ് അനുസരിച്ച് ചിലപ്പോൾ അത് 15 to 30 മിനിറ്റ്സ് വരെ പിടിക്കാം. കോപ്പി ആയി കഴിഞ്ഞാൽ ഇതേപോലെ ഇൻസ്റ്റാൾ നൗ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഇൻസ്റ്റാളിംഗ് സ്റ്റാർട്ട് ചെയ്യില്ല. ഒരു 2 to 3 മിനിറ്റ്സിന്റെ ഡിലേ ഉണ്ടാവും. അപ്ഡേറ്റ് സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ഫോണിൽ ഇതേപോലെ നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. അതായത് ഇപ്പോൾ വാച്ച് ഫോണായിട്ട് ഡിസ്കണക്ട് ആവും ആൻഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം വാച്ച് ഓട്ടോമാറ്റിക്കലി ഫോണായിട്ട് കണക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഇനി വാച്ചിൽ നോക്കുകയാണെങ്കിൽ ഇതേപോലെ പ്രോസസിംഗ് ദി അപ്ഡേറ്റ് പാക്കേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ലോഡിംഗ് വരും. അതിനുശേഷം ഇതേപോലെ അപ്ഡേറ്റിന്റെ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ആവും. പിന്നെ വാച്ച് റീസ്റ്റാർട്ട് ആയതിനു ശേഷം ഫിനിഷിംഗ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഒരു ലോഡിംഗ് സ്ക്രീൻ വരും. ഇപ്പോൾ കാണിച്ച ഓരോ പ്രോസസ്സും ഏകദേശം ഒരു 5 to 10 മിനിറ്റ്സോളം പിടിക്കുന്നുണ്ട്. ഇതിപ്പോൾ കറന്റ് ചെയ്തത് ഇതിൽ വന്ന 1 UI 5ന്റെ അപ്ഡേറ്റ് ആണ്. ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ECGയും BPനും ഫീച്ചേഴ്സും എഴുതിയത് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ വെയറബിൾ ആപ്പിന്റെ വാച്ച് സെറ്റിംഗ്സിൽ പോയിട്ട് രണ്ടാമതും ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ സെർച്ച് ചെയ്ത സമയത്ത് രണ്ടാമതും ഡൗൺലോഡിംഗ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇതാണ് ബ്ലഡ് പ്രഷർ ആൻഡ് ECGയുടെ അപ്ഡേറ്റ്. ഇത് Android 9 or ഹയർ സോഫ്റ്റ്വെയർ ഉള്ള സാംസങ് സ്മാർട്ട് ഫോൺസിലാണ് വർക്ക് ചെയ്യുള്ളൂ. സോ നിങ്ങളുടെ കയ്യിൽ സാംസങ് സ്മാർട്ട് ഫോൺ ഇല്ലെങ്കിൽ ഈ ഒരു ഫീച്ചർ കിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് കാണിച്ചു തരാം. ഈ ഒരു അപ്ഡേറ്റ് ഏകദേശം 507 MB ആണ് സൈസ് വരുന്നത്. അതുപോലെ തന്നെ 1 December 2023 തന്നെ ഇത് റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ തന്നെയാണ് വരുന്നത്. പക്ഷെ ഇതിന് സൈസ് കുറവായതുകൊണ്ട് തന്നെ കഴിഞ്ഞ അപ്ഡേറ്റിനെക്കാട്ടും 1/3 ടൈം എടുത്തിട്ടുള്ളൂ. ഇത് ആക്ച്വലി ഡിസംബറിൽ വന്ന സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ്. അതിലാണ് ഈ ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുള്ളത്. ഇനി ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇൻസ്റ്റാൾ നൗ കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നേരത്തെ കണ്ട അതേ മെസ്സേജ് ഇവിടെ കാണാൻ പറ്റും. ഈ എല്ലാ അപ്ഡേറ്റും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഏകദേശം ടൈം പിടിച്ചത് 1 hour ആണ്. കാരണം ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അല്ല നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ അപ്പം തന്നെ വരിക. നമ്മൾ ഇതിന് മുന്നേ ചെയ്യാത്ത അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഓരോന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ. ഈ ഒരു അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് ഞാൻ രണ്ടാമത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ വാച്ച് ഈസ് അപ് ടു ഡേറ്റ് എന്ന് കാണിച്ചു. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ സാംസങ് ഹെൽത്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതേപോലെ കണ്ടിന്യൂ കാണിക്കും, അത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ എഗ്രി കൊടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കുക. ഇത് നമ്മുടെ ഹെൽത്ത് ഡാറ്റ പ്രോസസ് ചെയ്യാനുള്ള കൺസെന്റ് ആണ് ചോദിക്കുന്നത്. പിന്നെ ലൊക്കേഷൻ ഇൻഫോർമേഷൻ പ്രോസസ് ചെയ്യാനുള്ള ഒരു പോപ്പ് വരും, അതും നമ്മൾ എഗ്രി കൊടുക്കുക. ഇനി വാച്ചിൽ വന്ന ആ ചേഞ്ച് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സാംസങ് വാച്ച് എടുക്കുക. എന്നിട്ട് അടിയിൽ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് ഡ്രോയർ ഓപ്പൺ ആയി വരും. ഇവിടെ നമ്മൾ ഏറ്റവും അടിക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ആപ്പ് ഐക്കൺ വന്നത് കാണാൻ പറ്റും. ഇത് സാംസങ്ങിന്റെ ഹെൽത്ത് മോണിറ്റർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്പാണ്. ഇത് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സെൻസർ ഡാറ്റ അലോ ചെയ്യാനുള്ള പെർമിഷൻ ആണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ പതുക്കെ അടിക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് കാണാൻ പറ്റും. വൈൽ യൂസിംഗ് ദി ആപ്പും ഡോണ്ട് അലവും. അതിൽ വൈൽ യൂസിംഗ് ദി ആപ്പ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സാംസങ് ഹെൽത്ത് മോണിറ്റർ ആപ്പ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ ബ്ലഡ് പ്രഷറും ECGയുടെ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഞാൻ വാച്ച് ഇപ്പോൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ബ്ലഡ് പ്രഷർ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ പറയുന്നത് സാംസങ് ഹെൽത്ത് മോണിറ്റർ ആപ്പ് ഫോണിലും ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ്. നമ്മൾ ഡൗൺലോഡ് ദി ആപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കണ്ടിന്യൂ ഓൺ ഫോൺ എന്ന് കാണിക്കും. എന്നിട്ട് നമ്മൾ ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ സാംസങ് ഗാലക്സി സ്റ്റോർ ഓപ്പൺ ആയിട്ട് ഈ ആപ്പ് ഡയറക്റ്റ് സെർച്ച് ചെയ്ത് തരും. നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. ഈ ആപ്പ് ഏകദേശം ഒരു 100 MB ആണ് സൈസ് വരിക. ഈ ഒരു ആപ്പ് ഗാലക്സി സ്റ്റോറിലായതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു ഫീച്ചർ സാംസങ് സ്മാർട്ട് ഫോൺസിൽ മാത്രമേ കിട്ടുള്ളൂ എന്ന്. ഞാൻ
ഞാനിപ്പോൾ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പെർമിഷൻസ് ചോദിക്കും, അവിടെ ഓൾ പെർമിഷൻസ് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതേപോലെ ബ്ലഡ് പ്രഷറും ഇലക്ട്രോ കാർഡിയോഗ്രാം അതായത് ECGയും പിന്നെ യൂസർ പ്രൊഫൈലിനും ആക്സസ് പോകും. ഇനി ഡണ്ണ് കൊടുത്താൽ ഇവിടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഡേറ്റ് ഓഫ് ബർത്തും ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറയും. അത് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. ഇനി അടുത്ത നോട്ടിഫിക്കേഷന്റെ പെർമിഷൻ ആണ്, അത് അലോ കൊടുക്കുക. ഇവിടെ ന്യൂ അപ്ഡേറ്റ് അവൈലബിൾ ആണെന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ തിരിച്ച് ഗാലക്സി സ്റ്റോർ ഓപ്പൺ ആയി വരും. ഇവിടെ നിങ്ങൾ സാംസങ് ഹെൽത്ത് മോണിറ്റർ ഒന്നും കൂടി അപ്ഡേറ്റ് കൊടുക്കുക. ഇതിന്റെ അപ്ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ വാച്ചിലും വൈഫൈ ഓൺ ചെയ്യണമെന്നാണ് പറയുന്നത്. സോ നമ്മൾ വാച്ചിൽ നോട്ടിഫിക്കേഷൻ ബാർ ടോപ്പിൽ നിന്ന് വലിച്ചിട്ട് ഇതേപോലെ വൈഫൈ ഓൺ ചെയ്യുക. ഇനി നമ്മൾ ഫോണിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 15 MB സൈസ് വരുന്ന അപ്ഡേറ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്ഡേറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഫോണിന്റെ ആപ്പ് ഡ്രോയറിൽ പോയിട്ട് ഈ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് Android 7 ആൻഡ് Android 8 വേർഷൻസിൽ ഈ ഒരു ആപ്പ് സപ്പോർട്ട് ചെയ്യില്ല എന്നാണ്. അതിൽ റീഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റും. ആപ്പിന്റെ ഹോം സ്ക്രീനിൽ ഇതേപോലെ കാലിബ്രേറ്റ് ദി വാച്ച് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇനി നമ്മൾ ECGയിലേക്ക് മാറ്റുകയാണെങ്കിൽ അവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് ഉണ്ട്. ഇനി ഞാൻ ഇതൊക്കെ മെഷർ ചെയ്ത് കാണിച്ചു തരാം. ആദ്യം തന്നെ ബ്ലഡ് പ്രഷർ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ കണ്ടിന്യൂ ഓൺ ഫോൺ ആപ്പ് എന്നാണ് പറയുന്നത്. സോ നമുക്ക് ഫോണിലത്തെ ആപ്പ് എടുത്ത് നോക്കാം. ഇവിടെ നമ്മൾ ബ്ലഡ് പ്രഷർ കാറ്റഗറി എടുത്തിട്ട് കാലിബ്രേറ്റ് ദി വാച്ച് എന്ന് ക്ലിക്ക് ചെയ്യണം. ഇവിടെ ആദ്യം തന്നെ ഹൗ ടു യൂസ് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെയൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് പോകണം. അതിനുശേഷം നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്, അതായത് വാച്ചിൽ മെഷർ ചെയ്യണ അതേ സമയത്ത് തന്നെ ബ്ലഡ് പ്രഷർ യൂസ് ചെയ്യുന്ന ശരിക്കുള്ള ഡിവൈസ് എടുത്തിട്ട് മറ്റേ കയ്യിൽ ചെക്ക് ചെയ്യണം. പിന്നെ വാച്ച് കിട്ടുമ്പോൾ റിസ്റ്റ് ബോണിന്റെ മുകളിൽ വാച്ച് വരരുത്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ വാച്ച് കുറച്ച് പിന്നോട്ട് ഇതേപോലെ നീക്കിയിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ കൈയൊക്കെ നല്ല റിലാക്സ് ചെയ്തിട്ട് വെക്കണം. നമ്മൾ വർത്താനം പറയുകയോ എനങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് മെഷർ ചെയ്യില്ല, എറർ വരും. ഫോണിലത്തെ ഇൻസ്ട്രക്ഷൻസ് കാണിച്ച പോലെ ചെയ്തപ്പോൾ ഇപ്പോൾ അടുത്ത സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് വന്നിട്ടുണ്ട്. അതായത് വാച്ചിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കയ്യിൽ ബ്ലഡ് പ്രഷർ മോണിറ്റർ കഫ് ഇതേപോലെ ഇടാൻ പറഞ്ഞിട്ട്. ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. ഇനി വാച്ചിൽ നോക്കുകയാണെങ്കിൽ ഇതേപോലെ മെഷറിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും. കൈയൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് റിലാക്സ് ചെയ്ത് വെച്ചാലാണ് ഇത് സ്റ്റാർട്ട് ആവുക തന്നെ ഉള്ളൂ. ഈ പെർസെൻറ്റേജ് 2ന്റെ മൾട്ടിപ്പിൾസിലാണ് മെഷർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മെഷർമെന്റ് ഒക്കെ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ പോവാണ്, കാരണം ഏകദേശം 1 മിനിറ്റ് പിടിച്ചത് ഫുള്ള് മെഷർ ചെയ്ത് കഴിയാൻ. ഇത് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ഇരുന്നിട്ട് കൈയൊക്കെ റിലാക്സ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ എനങ്ങാനോ വർത്താനം പറയാനോ പാടില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ എറർ മെസ്സേജ് വരും. ഇനി പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാച്ച് മെഷർമെന്റ് ഫിനിഷ് വന്നിട്ട് ഇതേപോലെ കാണാൻ പറ്റും. അതേപോലെ കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോണിൽ ഇതേപോലെ യെസ് എൻ്റർ നൗ എന്ന് കൊടുത്തിട്ട് റൈറ്റ് ഹാൻഡിൽ ഫിക്സ് ചെയ്ത ഒറിജിനൽ ബ്ലഡ് പ്രഷർ മോണിറ്ററിന്റെ റീഡിങ്സ് ഇവിടെ കൊടുക്കണം. ഇവിടെ SYS ആൻഡ് DIA മെഷർമെന്റ്സ് mmHg യൂണിറ്റിൽ കൊടുക്കണം. അതിനുശേഷം ഡണ്ണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാച്ച് കാലിബ്രേറ്റ് ആവും. നമുക്ക് റീഡിങ്സ് പിന്നെ ചെക്ക് ചെയ്യാം. ഇനി അടുത്തത് ഫോണിൽ ECG എടുത്തിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ പറയുന്നത് നമ്മൾ ECG മെഷർ ചെയ്യുന്ന സമയത്ത് ഈ കാണിക്കുന്ന 4 എണ്ണത്തിലത്തെ ഏതെങ്കിലും ഒരു റിസൾട്ടാണ് വരിക. നമ്മുടെ ഹാർട്ട് ബീറ്റിന് കൺസിസ്റ്റന്റ് റിതം ആണെങ്കിൽ സൈനസ് റിതമായിട്ടാണ് കാണിക്കുക. ഇനി അത് ഇറഗുലർ റിതം ആണെങ്കിൽ ആട്രിയൽ ഫിബ്രിലേഷനിലാണ് വരിക. ഇനി ഈ 2 എണ്ണത്തിലും ക്ലാസിഫൈ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ഇൻകൺക്ലൂസീവ് എന്ന് കാണിക്കും. ഇനി ഡാറ്റ പ്രോപ്പറായി അനലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പുവർ റീഡിംഗിൽ വരും. ഇനി നമ്മൾ നെക്സ്റ്റ് അടിച്ചിട്ട് പോവുക. അപ്പോൾ ഇതേപോലെ ഏത് റിസ്റ്റിലാണ് നമ്മൾ സ്മാർട്ട് വാച്ച് കെട്ടിയെന്ന് ചോദിക്കും. നിങ്ങൾ ഈ റിസ്റ്റ് ഓറിയന്റേഷൻ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വാച്ച് സെറ്റിംഗ്സിൽ ജനറൽ എടുത്തിട്ട് അതിൽ ഓറിയന്റേഷനിൽ റിസ്റ്റ് എടുക്കുക. അവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് ഓർ റൈറ്റ് സെറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ BP പറഞ്ഞ അതേ ഇൻസ്ട്രക്ഷൻസ് ആണ് കാണിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഡണ്ണ് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഈ ഒരു ഇന്റർഫേസ് കാണാൻ പറ്റും. ഇനി നമ്മൾ വാച്ച് എടുക്കുക. അപ്പോൾ വാച്ചിന്റെ ഉള്ളിൽ ഇതേപോലെ കുറേ ഇൻസ്ട്രക്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ പറയുന്നത് സാംസങ് ഹെൽത്ത് മോണിറ്റർ ആപ്പിൽ കാണിക്കുന്ന റിസൾട്ടുകളൊന്നും എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസിന്റെ കംപ്ലീറ്റ് ഹെൽത്ത് ഡയഗ്നോസിസ് അല്ലാന്നാണ്. പിന്നെ ഇതിൽ കാണിക്കുന്നത് കണ്ടിട്ട് ക്ലിനിക്കൽ ആക്ഷൻസ് ഒന്നും ഡയറക്റ്റ് എടുക്കരുത്. അതിന്റെ മുന്നേ ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ ആരെങ്കിലും കാണിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ റെസ്റ്റ് ഫിംഗർ ലൈറ്റ്ലി ഓൺ ദി ഹോം ബട്ടൺ എന്ന് കാണിക്കും. ഇവിടെ ആരോ പോയിന്റ് ചെയ്യുന്ന മുകളിൽ കാണുന്ന ബട്ടനാണ് ഹോം ബട്ടൺ. അവിടെ നമ്മുടെ പോയിന്റിംഗ് ഫിംഗർ ഇതേപോലെ ബട്ടന്റെ മേലെ ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി. പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഹോൾഡ് ചെയ്താൽ മതി. അപ്പം തന്നെ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തത് വേറെ ഒന്നുമല്ല, 30 സെക്കൻഡോളാണ് ഇത് മെഷർ ചെയ്യുക. മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് കാറ്റഗറി ആണെന്ന് ഇവിടെ എഴുതി കാണിക്കും. ഇതിൽ പിന്നെ പ്രത്യേകം പറയുന്നുണ്ട് ഈ ആപ്പിൽ ഹാർട്ട് അറ്റാക്കിന്റെ സൈൻസ് ഒന്നും കാണിക്കില്ല എന്ന്. അതുപോലെ തന്നെ അടിക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് ഹാർട്ട് റേറ്റ് ഇവിടെ കാണിക്കും. പിന്നെ അൺവെൽ ആണെങ്കിൽ ആഡ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. ഏറ്റവും ഇടയിൽ നമുക്ക് ഡണ്ണിന്റെ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഡണ്ണ് കൊടുത്താൽ മതി. ഇവിടെ രണ്ടാമത് മെഷർ ചെയ്യണമെങ്കിൽ മെഷർ ചെയ്യാം, ഇല്ലെങ്കിൽ ബാക്ക് അടിക്കുക. ഇനി ഇതിന്റെ മെഷർമെന്റ്സ് നമുക്ക് ആപ്പിൽ നോക്കാം. ഇവിടെ നമുക്ക് ഹാർട്ട് ബീറ്റിന്റെ വേവ്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ അടിയിലുള്ള വ്യൂ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര കാലം മെഷർ ചെയ്ത ECGയുടെ ഹിസ്റ്ററി കാണാൻ പറ്റും. ഇവിടെ ഏറ്റവും മുകളിൽ ഓൾഡ് കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ 4 കാറ്റഗറീസും കാണിക്കും. സോ ഇതുപോലെ നമുക്ക് സാംസങ് സ്മാർട്ട് വാച്ച് യൂസ് ചെയ്തിട്ട് ECG ആൻഡ് BP മെഷർ ചെയ്യാൻ പറ്റും. നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്മാർട്ട് വാച്ച് ഏതാണെന്നും അതിൽ ഈ ഒരു ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടോയെന്നും കമന്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോയിൽ കാണിച്ചാൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരാം. പിന്നെ ഇതുപോലുള്ള കൂടുതൽ ടെക് വീഡിയോസ് കാണാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.